എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ സോ ഐലാൻഡ് ആയിരിക്കും കാണിക്കുക. ആ ജയന്റ് ആനയാണെങ്കിൽ മൊമന്റോസ്കിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. എനിക്കറിയാം നീയാണ് ഓടന്റെ മകൻ മൊമന്റോസ്കി, നിന്നെ സഹായിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നിന്റെ ഒരു ഇൻസ്ട്രക്ഷന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അത് കിട്ടുകയാണെങ്കിൽ അടുത്ത നിമിഷം ഞാൻ ഈ നേവിക്കാരെ എല്ലാവരെയും തല്ലിക്കൊല്ലാം. മൊമന്റോസ്കിക്കാണെങ്കിൽ ആനയോട് എന്തു പറയണമെന്ന് അറിയില്ല. അത് അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യം അവനാണെങ്കിൽ എവട്ടോട് പറയും. ാണെങ്കിൽ അത് കേട്ട് ഡബിൾ ഹാപ്പി. കാരണം ഓൾറെഡി ആ ജേണലിൽ മൊമന്റോസ്കിക്ക് ഇപ്രകാരം ചില പ്രത്യേകതര എബിലിറ്റീസ് ഉണ്ടെന്ന് എഴുതി വെച്ചിരുന്നു. അതുപോലെ തന്നെ അവന്റെ എബിലിറ്റീസ് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. മൊമന്റോസ്കിക്ക് മനസ്സിലാവും അവൻ ഒരു കാരണവശാലും അവന്റെ ജീവൻ കളയാൻ പാടില്ല എന്ന്. അവൻ മുൻപോട്ടേക്ക് ജീവിച്ചാൽ മാത്രമേ ഈ വാനോ കിൻഡത്തിലുള്ളവർക്കും സോ ഐലാൻഡിലുള്ളവർക്കും മുൻപോട്ടേക്ക് പോകാനായിട്ട് പറ്റൂ. അവനെ കൊണ്ട് മാത്രമേ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയൂ. മാത്രമല്ല ആ ഒരു ലാസ്റ്റ് ഐലാൻഡിനെ കുറിച്ച് ഓടൻ ഓൾറെഡി അവന്റെ ജേണലിൽ എഴുതിയതാണ്. പക്ഷേ ശേഷം ഓടൻ തന്നെ ആ ഒരു പേജ് കീറിക്കളഞ്ഞു. അതെന്തിനാണെന്ന് ചിന്തിച്ച് മൊമന്റോസ്കി ആണെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത പുറത്ത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന കാറ്റ് കിങ്ങും ക്യാരറ്റും ടീമും അവരെല്ലാവരും കൈ മുകളിലേക്ക് നോക്കും. ഒറിഗഷിമ ഐലാൻഡിന്റെ ചില ഭാഗങ്ങൾ അവർക്ക് നേരെ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. സോ എത്രയും വേഗം ആ ഡോമിന്റെ അകത്തേക്ക് പോയി അവിടെ സേഫ് ആയിട്ടിരിക്കണം. ഓൾറെഡി പരസ്പരയോടായിരുന്നു അവരുടെ റിവഞ്ച് അത് അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ എത്രയും വേഗം ഇനി അതിന്റെ അകത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് അവർ ഉഷാറായിട്ട് ഓടും. മറ്റൊരു ഭാഗത്ത് താഴേക്ക് വീണ ഫ്രാങ്കി ആണെങ്കിൽ ഒരു ചെയിൻ കൊടുത്ത് അങ്ങനെ മുകളിലേക്ക് വലിച്ചു കയറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. ഫ്രാങ്കി ആണെങ്കിൽ സോറോയെ വിളിച്ചുകൊണ്ടേയിരിക്കും. അവൻ അൺകോൺഷ്യസ് ആണ്. അവന്റെ കണ്ണ് രണ്ടും കറുത്ത് ഡാർക്കായിട്ട് കിടക്കുകയാണ്. അവന്റെ ഫുൾ സ്ട്രെങ്ത് കൊടുത്ത് ഇപ്പൊ സോറോയെ മുകളിലേക്ക് ഉയർത്താൻ ശ്രമിക്കും. മറ്റൊരു ഭാഗത്ത് ഉസോപ്പ് അവനാണെങ്കിൽ ഒക്കിക്കുവിനെയും താങ്ങിയെടുത്ത് ആ ജിറാഫി തലേന്റെ മുതുകത്ത് കയറി ഉഷാറായിട്ട് ഓടുകയാണ്. ജിറാഫി ആണെങ്കിൽ ഉസോപ്പിനോട് പറയും, പ്രശ്നമാവേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ എത്രയും വേഗം ഇവിടുന്ന് പുറത്തേക്ക് എത്തും. അവർക്ക് രണ്ടുപേർക്കും ഒന്നും സംഭവിക്കില്ല. ഇവിടെ ഒക്കിക്കു അവൾ അവസാനമായിട്ട് അവളുടെ ബ്രദർ ഈശോ പറഞ്ഞ കാര്യമായിരിക്കും ആലോചിക്കുക. ഒരു കാരണവശാലും നിന്റെ ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല. ആ ടീമിൽ നീ വിശ്വാസം അർപ്പിക്കണം. അവൾ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് പതിയെ കണ്ണു തുറക്കും. അതേസമയം ഈശോ ആണെങ്കിൽ അവന്റെ സിസ്റ്റർ ഒക്കിക്കുവിനെ കുറിച്ച് ആലോചിക്കും. അവർ ചെറുപ്പത്തിൽ ഒരുമിച്ച് വളർന്നതും ഓടനോടൊപ്പം ചേർന്നതും വരെ എത്തിയതും അവസാന നിമിഷം അവൻ അവളോട് പറഞ്ഞതും അങ്ങനെ എല്ലാ കാര്യങ്ങളും. കണ്ണു തുറന്ന് മുൻപിലേക്ക് നോക്കും. ആ നേവി സോൾജിയേഴ്സ് അവന്റെ മുൻപിൽ നിൽക്കുകയാണ്. നേവിക്കാരാണെങ്കിൽ അവനൊരു വാണിംഗ് കൊടുക്കും. നീ വെറുതെ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഞങ്ങളുടെ ലക്ഷ്യം അതിപ്പോ നീയല്ല. നീയുമായിട്ടുള്ള യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് ഇപ്പൊ താല്പര്യമില്ല. ണെങ്കിൽ അത് കേട്ട് മറുപടി പറയില്ല. അവൻ ഗണ്ണെടുത്ത് അവരെ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അതിൽ കൺട്രോൾ പോയ നേവിക്കാര് അവരെ തിരികെ അറ്റാക്ക് ചെയ്യുകയാണ്. നേവിക്കാരുടെ അറ്റാക്കില് ഒക്കിക്കുവിന് നല്ല രീതിയിൽ പരിക്ക് പറ്റും. പക്ഷെ അതിനിടയിൽ ഒരു നേവിക്കാരനെ അവൻ ഷൂട്ട് ചെയ്ത് താഴെയിടും. അത് കണ്ട ബാക്കി നേവി സോൾജിയേഴ്സ് ഇപ്പൊ ഈശോയെ പിടിച്ചു വലിച്ച് തല്ലി കൊല്ലുകയാണ്. അപ്പോഴായിരിക്കും അവരുടെ ഹെഡിന്റെ കയ്യിൽ നിന്ന് അവരുടെ ഹെഡ് ആണെങ്കിൽ വീണ്ടും അവരെ കോണ്ടാക്ട് ചെയ്യുക. അവർക്ക് കിട്ടുന്ന നിർദ്ദേശം അത് മറ്റൊന്നുമല്ല, അവിടെ വെച്ച് ലൂഫിയെ കൊല്ലുക എന്നതായിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ കാറ്റ് വൈപ്പറിനെയും നാമിയെയും ടീമിനെയും കാണിക്കും. അവരാണെങ്കിൽ സേഫ് ആയിട്ട് ആ ഒരു ഭാഗത്ത് അങ്ങനെ മറഞ്ഞിരിക്കുകയാണ്. കൺസേൺ ആണെങ്കിൽ ഉസോപ്പിനെ കുറിച്ചാണ്. എങ്ങനെയെങ്കിലും കിന്നിനെയും ഒക്കിക്കുവിനെയും അവർ രണ്ടുപേരെ സേഫാക്കി അവൻ പുറത്തേക്ക് കൊണ്ടുവരണം. അത് അവൾ അങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുമ്പോഴായിരിക്കും മാർക്കോ അവൻ ഒരുപാട് ഫൈറ്റൊക്കെ ചെയ്ത് തളർന്ന് അവിടേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വരിക. മാർക്കോയെ കണ്ട എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അതേസമയം മുകളിലാണെങ്കിൽ യൂസ്റ്റസ് കിട്ടിന്റെയും ലോയുടെ അസിസ്റ്റൻസ് അവരാണെങ്കിൽ ബിഗ് മോമിനെ നോക്കൗട്ട് ചെയ്തതിൽ ഹാപ്പി ആയിട്ട് അങ്ങനെ തുള്ളിച്ചാടും. ആ ശബ്ദം ഇപ്പൊ നമ്മുടെ ആൾക്കാർ കേൾക്കും. നാമിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. വാവ്, അങ്ങനെ ഒരു വാരലോഡിനെ നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് തകർത്തില്ലാതാക്കി. അത് കേൾക്കുമ്പോ ഇപ്പോ ക്ലൗഡിന് അവനാണെങ്കിൽ ചെറുതായിട്ട് വിഷമം തോന്നും. നാമിയാണെങ്കിൽ അവനോട് ദേഷ്യപ്പെടും. യു ആർ അൺബിലീവബിൾ. നിനക്കിപ്പോഴും സ്നേഹം നിന്റെ ബിഗ് മോമിനോടാണല്ലേ? അതിനവൻ പറയും, അയ്യോ ഇല്ല, ഞാൻ വെറുതെ ഒന്ന് ആക്ട് ചെയ്തതാണ്. എനിക്കിഷ്ടം നിന്നെ തന്നെയാണ്. ലൈഫ് ലോങ് എനിക്ക് നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ അവളോട് ചേർന്ന് നിൽക്കും. അതേസമയം ഇവിടെ ആ നേവിക്കാരാണെങ്കിൽ ടെൻസ്ഡായി ഓപ്പോസിറ്റ് ഉള്ള ആളോട് പറയും, അവൻ ഓൾറെഡി ആ കൈഡോയായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ഇപ്പൊ അതിനിടയിലേക്ക് പോയ വലിയ കുഴപ്പമാണ്. അതിന് ഓപ്പോസിറ്റ് സൈഡിലുള്ള ആള് തീർത്തു പറയും, എത്രയും വേഗം ലൂഫിയെ കൊന്നേ പറ്റൂ. അതാണ് സീനിയർ ഇൻസ്ട്രക്ഷൻ. അങ്ങനെ സീൻ കട്ട് ചെയ്താ ഇപ്പൊ ഒറോച്ചിയെ കാണിക്കും. ഒറോച്ചി ആണെങ്കിൽ ആകെ പാനിക് ആവുകയാണ്. കാരണം ആ ഒരു മാൻഷൻ അത് തകർന്ന് അങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുകയാണ്. അവന്റെ തൊട്ടു മുൻപിലുണ്ടായിരുന്ന വിശ്വസുന്ദരിയെ നോക്കും. അവൾ ബോധം കെട്ട് താഴെ വീണ് കിടക്കുകയാണ്. വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നിന്റെ ബോധം ഒന്ന് പോയതാണ്. എത്രയും വേഗം ഫുക്രഗോജി ഇവിടേക്ക് വരും. അതിനുശേഷം സഹായത്താൽ അവന്റെ നിഞ്ച ടെക്നിക്സ് അതുപയോഗിച്ച് നമുക്ക് ഇവിടുന്ന് ഫ്ലൈ ചെയ്ത് പോവാന്ന് പറഞ്ഞ് അവൻ ഫുക്രഗോജിയെ നോക്കുകയാണ്. ഫുക്രഗോജിയെ ഇനി ഒരുപാട് സമയമായിട്ട് കാണാനില്ല. ഇനി ഒരു പക്ഷേ അവൻ സ്വന്തമായിട്ട് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവുമോ? നോ, അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ല. അവര് ജാസാണ്, എൻ്റെ അടിമകളാണ്. അവരൊരിക്കലും എന്നെ പ്രൊട്ടക്ട് ചെയ്യാതെ ഇവിടെ നിന്ന് കടന്നു പോവില്ല. പ്രത്യേകിച്ച് ഫുക്രഗോജി, അവൻ എന്നെ
ഒരുപാട് ഇഷ്ടവും ബഹുമാനമൊക്കെ ഉള്ളതാണ്. സോ തീർച്ചയായിട്ടും അവൻ വരുന്നു പറഞ്ഞ് അവനങ്ങനെ കാത്തു നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ വിശ്വസുന്ദരി വീണ്ടും എഴുന്നേറ്റ് ഇപ്പോൾ അവളുടെ ഇൻസ്ട്രുമെന്റ് അത് വായിക്കാനായിട്ട് തുടങ്ങുക. ഒറോച്ചി ആണെങ്കിൽ അത്ഭുതത്തോടു കൂടെ അവളെ നോക്കും. ഒറോച്ചിക്കാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. ഓ നോ, നീ എന്തായി ചെയ്യണേ? ഈ സമയത്ത് നീ പാട്ട് പാടി ഇൻസ്ട്രുമെന്റ്സ് വായിക്കരുത്. നമ്മളിപ്പോ ലൈഫിന്റെയും ഡെത്തിന്റെ ഇടയിലാണെന്ന് പറയും. പക്ഷെ വിശ്വസുന്ദരി ആണെങ്കിൽ നിർത്താതെ ഇൻസ്ട്രുമെന്റ് വായിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും ഒറോച്ചിക്ക് കാര്യമായ ഒരു സംശയം തോന്നുക. ഇത് യഥാർത്ഥത്തിൽ വിശ്വസുന്ദരി തന്നെയാണോ? അവന്റെ കൺമുമ്പിൽ വെച്ചാണ് വിശ്വസുന്ദരി കൊല്ലപ്പെട്ടത്. ഇവൾ തുടക്കം മുതലേ മാസ്ക് വെച്ചാണ് ഒറോച്ചിയുടെ മുൻപിൽ ഇരിക്കുന്നതും ആ മ്യൂസിക് ഒക്കെ വായിക്കുന്നതും. സത്യത്തിൽ ഇത് വിശ്വസുന്ദരിയാണോ എന്നറിയാനായിട്ട് അവൻ അടുത്തേക്ക് വരും. പക്ഷെ അവളാണെങ്കിൽ ടെററായിട്ട് മ്യൂസിക് വായിച്ചുകൊണ്ടേയിരിക്കും. അത് കേട്ട് പേടിച്ച് ഇപ്പോ ഒറോച്ചി പതിയെ പുറകിലേക്ക് നീങ്ങും. അടുത്ത നിമിഷം സീലിംഗ് തകർന്ന് ഒറോച്ചിയുടെ ബോഡിയിലേക്ക് വീഴുകയാണ്. വിശ്വസുന്ദരി ആണെങ്കിൽ അത് കണ്ട് ചാടി എഴുന്നേറ്റ് ലോക്കായി കിടക്കുന്ന ഒറോച്ചിയെ ആഞ്ഞു വെട്ടും. ഇതാ ഇവിടെ കൈഡോയെ ലൂഫിയും കാണിക്കും. അവർ രണ്ടുപേരും മണിക്കൂറുകളായിട്ട് പൊരിഞ്ഞ പോരാട്ടത്തിലാണ്. അപ്പോഴായിരിക്കും ബിഗ് മോമിനെ നമ്മുടെ ആൾക്കാർ ചേർന്ന് നോക്ക് ഡൗൺ ചെയ്ത കാര്യം കൈഡോ അറിയാം. കൈഡോയ്ക്കാണെങ്കിൽ കൺട്രോൾ പോവും. ഓ നോ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കൈഡോ ആണെങ്കിൽ ലൂഫിയെ പിടിച്ചു വലിച്ച് പുറഞ്ഞ് തല്ലും. ലൂഫിക്കാണെങ്കിൽ തിരികെ തല്ലാനല്ല, മറിച്ച് അവന്റെ അപ്പോഴത്തെ അവസ്ഥ കണ്ട് ശരിയായിരിക്കും വരിക. അതിലുപരിയായിട്ട് അവന് നമ്മുടെ ആൾക്കാരോട് വല്ലാത്തൊരു ബഹുമാനം തോന്നും. കാരണം വാർലോഡിൽ ഒരാളെയാണ് യൂസ്റ്റസ് കിഡും ലോയും ചേർന്ന് ഇപ്പൊ ഇല്ലാതാക്കിയത്. അവനങ്ങനെ ഹായ് ആയിട്ട് ഇപ്പോ കൈഡോടെ പഞ്ച് തടയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പോ ലോയെ കാണിക്കും. അവനാണെങ്കിൽ യൂസ്റ്റസ് കിഡിനോട് പറയും, നമുക്കിനി ആ കൈഡോയെ തകർക്കണം. ഇപ്പൊ എനിക്ക് അതിന് കഴിയില്ല, അതിനുള്ള ആരോഗ്യം എനിക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കിടക്കുകയാണ്. അതേസമയം കൈഡോയ്ക്കാണെങ്കിൽ ബിഗ് മോം നഷ്ടപ്പെട്ടത് നികത്താനാവാത്ത ഒരു വലിയ കാര്യം തന്നെയാണ്. അവൻ ആദ്യമായിട്ട് പൈററ്റ് ടീമിൽ ചേർന്നപ്പോൾ പരിചയപ്പെട്ടതും ആദ്യം ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്തതും ലില്ലിനുമായിട്ടാണ്, അതായത് ബിഗ് മോമുമായിട്ട്. ആക്ച്വലി കൈഡോയെ കണ്ട ഉടൻ തന്നെ ബിഗ് മോം അവളാണ് കൈഡോയോട് സംസാരിച്ചത്. നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, നിനക്ക് എന്ത് സപ്പോർട്ടിനും ഞാനുണ്ടാവുമെന്ന് പറഞ്ഞ് കൈഡോയെ കൂടെ കൂട്ടിയത് അവളാണ്. കട്ട് ചെയ്ത കൈഡോ അവനാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ഒരുപാട് വിഷമിക്കും. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ആ വൺ പീസ്, ഒരു വലിയ ട്രഷർ, അത് സ്വന്തമാക്കണം എന്നതായിരുന്നു. അതിലേക്ക് എത്തും മുൻപേ നീ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ചിന്തിച്ച് അവൻ വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ സ്ട്രോഹാർ ലൂഫി. അവനങ്ങനെ ചാടി വന്ന് 4th ഗിയർ ഉപയോഗിച്ച് കൈഡോയെ ആഞ്ഞടിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ സ്നേക്ക് മോഡിൽ കൈഡോയെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ഒറോച്ചി കണ്ണു തുറക്കുകയാണ്. ആക്ച്വലി വിശ്വസുന്ദരി അവനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതായിട്ട് അവൻ ഇമാജിൻ ചെയ്തതാണ്. അവൻ ചുറ്റും നോക്കും. അവന്റെ ബോഡിയിൽ മുഴുവൻ ഒരുപാട് കല്ലും മണ്ണും ഒക്കെ വീണ് അവൻ അനങ്ങാൻ കഴിയുന്നില്ല. മുഴുവൻ ചോര. അപ്പോഴും വിശ്വസുന്ദരി ആണെങ്കിൽ നിർത്താതെ അവളുടെ ഇൻസ്ട്രുമെന്റ് വായിച്ചുകൊണ്ടേയിരിക്കും. കൺട്രോൾ പോയ ഒറോച്ചി അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, യു ആർ അൺബിലീവബിൾ. ഞാനിവിടെ ഇതിന്റെ ഇടയിൽ പെട്ട് കിടക്കുമ്പോ നീ സ്റ്റില്ല് വായിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലേ? വേഗം വന്ന് എന്നെ എങ്ങനെയെങ്കിലും ഇതിന്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടുത്ത്. അവൻ എത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ മൈൻഡ് ചെയ്യാതെ വായിച്ചുകൊണ്ടേയിരിക്കും. ഒറോച്ചി ആണെങ്കിൽ അവന്റെ ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ ഉപയോഗിച്ച് അവന്റെ ആ ഒരു രൂപം അത് ചേഞ്ച് ആക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴായിരിക്കും അവന്റെ തലയ്ക്ക് മുകളിലുണ്ടായിരുന്ന ആണി അവൻ ശ്രദ്ധിക്കുക. അപ്പോഴായിരിക്കും അവന് പിടികിട്ടുക അത് അവന്റെ ഇമാജിനേഷൻ ആയിരുന്നില്ല. അവൾ സീപ്രസൺ ആണിയാണ് അവന്റെ തലയിൽ അടിച്ചു കയറ്റിയതെന്ന്. ഉന്നോ, നീ അവസാന നിമിഷം എന്നെ ചീറ്റ് ചെയ്തു അല്ലേ? അതിനവളാണെങ്കിൽ ഓടൻ ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് അത് വായിക്കാനായിട്ട് തുടങ്ങും. അവളുടെ പപ്പയാണെങ്കിൽ ആ ഒരു മ്യൂസിക് കേട്ട് അവളോട് പറയാ, ഞാൻ മരിച്ചു കഴിഞ്ഞാലും നീ ഈ മ്യൂസിക് വായിക്കണം എന്നായിരിക്കും. അത് കേട്ട് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഒരുപാട് വിഷമത്തിൽ കരയും. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. അവളാണെങ്കിൽ ഓടന്റെ ഫേസ് അത് ആലോചിച്ച് വെങ്ങി പൊട്ടുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ലൂഫി അവനാണെങ്കിൽ നിർത്താതെ 4th ഗിയറിൽ കൈഡോയെ പഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.